ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2007 മോഡൽ ഒരു ഇന്നോവയുടെ റിവ്യൂ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ബ്രോ, വണ്ടിക്കകത്ത് എന്തൊക്കെ വർക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്തേക്കുന്നത്? വണ്ടിക്കകത്ത് നമ്മൾ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ നമ്മള് വണ്ടി മൊത്തത്തിൽ കൺവേർഷൻ ചെയ്തേക്കാണ്. 2007 മോഡൽ വണ്ടിയായിരുന്നു. ഇപ്പൊ നമ്മള് ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തത്. കളറ് കാര്യങ്ങളൊക്കെ കളർ ഫുള്ള് നമ്മൾ ചേഞ്ച് ചെയ്ത വണ്ടിയുടെ കളർ ഇതേ അല്ലായിരുന്നു. കളർ ഫുള്ള് നമ്മൾ ചേഞ്ച് ചെയ്ത് ഇത് നമ്മുടെ ഇപ്പൊ ഇറങ്ങുന്ന ക്രിസ്റ്റയുടെ ഒരു കളറിൽ കുറച്ച് കസ്റ്റം ചെയ്ത് ഈ കളറിലോട്ട് മാറ്റിയാണ്. അതാണ് ഈ വണ്ടി ഒരു കാണാൻ പുറമെ ദൂരെ നോക്കുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഇപ്പൊ അടുത്ത് വരുമ്പോ നമുക്ക് ഇച്ചിരി ഇരുട്ടാവുമ്പോ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇങ്ങനെ കാണുന്നുണ്ട്. നല്ല ഷെയ്ഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ പെയിന്റിംഗ്. പിന്നെ വണ്ടിക്കകത്ത് ഫ്രണ്ടില് വരുത്തേക്കുന്ന മാറ്റങ്ങൾ നമ്മൾ മാറ്റിയേക്കുന്ന ടൈപ്പ് 4 ആക്കിയേക്കുവാ. ബോണറ്റ്, ഫെൻഡർ, ബമ്പർ മൊത്തം മാറി. ഗ്രില്ല് ഫുള്ള് ക്രോം ആയിരുന്നു. നമ്മളൊരു ബ്ലാക്ക് ഷെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് കസ്റ്റം ഹെഡാ കൊടുത്തേക്കുന്നത്. അതേപോലെ നമ്മൾ ഇവിടെ ക്രോം ഫിനിഷിംഗ് ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ആ ഒരു ബമ്പറിന്റെ ഈ ഒരു പോർഷൻ ഇങ്ങനെ വരുന്നതാണോ അതോ കസ്റ്റം ചെയ്ത് അങ്ങനെ ആക്കിയതാണ്? ഇത് ഈ ഒരു പോർഷൻ ഇങ്ങനെ വരുന്നതാ. പിന്നെ നമ്മള് മാറ്റ് ഗ്ലോസി ബ്ലാക്ക് അടിച്ചേക്കാം. ഗ്ലോസി ബ്ലാക്ക് അടിച്ചേക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ട് വർക്ക് ചെയ്തത്. അതുപോലെ നമ്മൾ ഈ സൈഡ് നോക്കുവാണെങ്കിൽ നമ്മളിനകത്ത് മെയിൻ ആയിട്ട് ചെയ്തേക്കുന്ന അലോയ് വീൽസ് തന്നെയാണ്. ക്രിസ്റ്റയുടെ 16 ഇഞ്ച് അലോയ് വീലാണ് അതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അതേപോലെ നമ്മള് മിറർ ഒരു പിയാനോ ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. സൈഡ് സ്കേർട്ടിങ്സ് കമ്പനി സ്കേർട്ടിങ്സ് തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. കമ്പനി സ്കേർട്ട് ആഡ് ചെയ്തത്. ABS തന്നെ ABS പ്ലാസ്റ്റിക് വരുന്നതാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇവിടെ ഒരു വിൻഷീൽഡ് കൊടുത്തിട്ടുണ്ട് ഒരു ക്രോം ഫിനിഷിംഗില്. ഇതാണ് മെയിൻ ആയിട്ട് സൈഡിൽ നിന്ന് ഹാൻഡിൽ ഡോർ ഒരു ക്രോം ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരു മാന്യമായിട്ടുള്ള ലുക്കില് കാര്യങ്ങളിലൊക്കെയാണ് പണിഞ്ഞേക്കുന്നത്. വണ്ടി മോഡിഫൈഡ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കാര്യങ്ങളുള്ള രീതിയിലാണ് ഈ ഒരു കസ്റ്റമർ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ആ രീതി അനുസരിച്ചാണ് ഈ ഒരു വാഹനം പണിഞ്ഞേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബ്രോ ബാക്കിലോട്ട് വരുമ്പോ ടൈലൈറ്റ് റീപ്ലേസ് ചെയ്ത് ടൈലൈറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഇന്നോവ ക്രിസ്റ്റയുടെ ബാക്ക് സ്കേർട്ടാണ് നമ്മൾ ആഡ് ചെയ്തത്. അത് കാണാനായിട്ട് ഒരുപ്പെട്ട വണ്ടിക്കൊന്നും അങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ചെയ്തതാണോ നമ്മുടെ ഒരു ഇതിൽ തോന്നുന്നത്. അതേപോലെ നമ്മള് സ്പോയിലർ മാറ്റി പുതിയ സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, ക്യാമറ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ വർക്ക് നമ്മൾ നോക്കാൻ പറ്റും. നമ്മൾ ഈ ഡോർ പാഡില് സീറ്റിന് മാച്ച് ആവുന്ന ഒരു രീതിയിൽ ഇവിടെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 4 ഡോറും നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ സ്റ്റീരിയോ 10 ഇഞ്ച് ലാൻകാസ്റ്ററിന്റെ സ്റ്റീരിയോ ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തേക്കുന്നത് ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഈ ഒരു പാനൽ ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. സീറ്റിലോട്ട് വരികയാണെങ്കിൽ സീറ്റ് നമ്മള് നല്ല യാത്രാസുഖത്തിന് വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ സീറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ ചൂട് കുറഞ്ഞു നിൽക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്ന ഭാഗത്തും ഈ ചാരുന്ന ഭാഗത്തും ഫാബ്രിക് മെറ്റീരിയൽ യൂസ് ചെയ്തേക്കുന്നത്. ഈ സീറ്റ് നമുക്ക് ഇന്നോവയ്ക്ക് ചെയ്യാൻ നമുക്കൊരു 22 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സീറ്റ് ചെയ്യാം. ഇതിപ്പോ കസ്റ്റം ചെയ്തേക്കോ സീറ്റ്. അതിന്റെ ആയിട്ടുള്ള കോസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ കസ്റ്റമർ ഇഷ്ടപ്രകാരം പൈസ തുക കൂടും കുറയും. ആ ഒരു രീതിയിലായിട്ട്. ഇത് മെറ്റീരിയൽ ഏതാ വരുന്നത്? ലെതർ മെറ്റീരിയൽ ഇത് നാപ്ക എന്ന് പറയുന്ന മെറ്റീരിയൽ. 70 മാറ്റാണ്, ഹൈ ക്വാളിറ്റി മാറ്റാണ്. ഇത് വേറെ ഫിറ്റിംഗ് കാര്യമൊന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ മണ്ണൊക്കെ എടുക്കുക, വാഷ് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു മാറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. വർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ വർക്കും കാര്യങ്ങളും എടുത്ത് ചെയ്യുന്നതാണ്. ഈ ഒരു വണ്ടി നമ്മുടെ കസ്റ്റമറുടെ വണ്ടിയാണ്. ഇത് കാലിക്കറ്റ് നമുക്ക് വർക്കിന് വേണ്ടി വന്ന വണ്ടിയാണ്. കോഴിക്കോട് നിന്ന് വന്ന വണ്ടിയാണ്. ഈ ഒരു കസ്റ്റമറിന്റെ ഒരു നിർദ്ദേശപ്രകാരം അത് ബ്രോഡ് ഐഡിയ കാര്യങ്ങളൊക്കെ വെച്ചാണ് ഈ കസ്റ്റമറിന് ഇങ്ങനെ ഒരു വർക്ക് കാര്യങ്ങൾ. നമുക്ക് ഇതിനകത്ത് സ്കേർട്ടിങ്സും കാര്യമൊക്കെ ആഡ് ചെയ്തേക്കുന്നത് നമ്മുടെ ഒരു കസ്റ്റം വർക്ക് ചെയ്തെടുത്താ. കസ്റ്റമർക്ക് നമ്മൾ അന്നേരം ഉള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്ന എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കസ്റ്റമർക്ക് വണ്ടി ഒരു പെർഫെക്റ്റ് ലുക്കും വേണം, എന്നാൽ മോഡിഫൈയും വേണം, എന്നാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാൻ വേണം, പിടിക്കുകയും ചെയ്യില്ല. ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോ വണ്ടി ചെയ്തേക്കുന്നത്. ഇങ്ങനെ ആക്കിയെടുക്കുന്ന ഏകദേശം എന്തോ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടി നമ്മളിങ്ങനെ ആക്കിയെടുക്കാന്ന് വെച്ചാൽ നമ്മള് കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ രീതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കസ്റ്റമറുടെ ഒരു അഭിപ്രായ പ്രകാരം ചെയ്തു വന്നപ്പോ ഏകദേശം ഇന്റീരിയർ ഉൾപ്പെടെ നമുക്കൊരു 1.60 റേറ്റ് ഈ വണ്ടിക്ക് ആയിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിന്റിങ്, പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ്, സൈഡ് സ്കേർട്ട്, ഇതെല്ലാം ഉൾപ്പെടെ ബാക്ക് ടെയില് ഫുള്ള് കൺവെർട്ട് ചെയ്ത് ഫോഗ് ലാമ്പ്
എല്ലാം സീറ്റ് കസ്റ്റം ചെയ്തേക്കുന്നത് ഇതെല്ലാം ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടെ 160. 160. അപ്പൊ നിങ്ങളുടെ ഒരു വാഹനം ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ ഒരു ഇന്നോവ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 160 ബഡ്ജറ്റിനകത്ത് നിങ്ങൾക്ക് അതിൽ റേറ്റ് കുറച്ച് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. നമ്മളിത് കളർ ചേഞ്ച് ചെയ്ത റേറ്റ് നമ്മൾ ചേഞ്ച് ഉൾപ്പെടെ ചെയ്തിട്ടുള്ള ഇപ്പൊ കളർ സെയിം കളർ തന്നെ ആണെങ്കിൽ നമുക്ക് ഇതിലും റേറ്റ് കുറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് 1 നിന്ന് ടൈപ്പ് 4 കൺവെർട്ട് ചെയ്ത് കളർ ചേഞ്ച് ചെയ്തേക്കാം. കളറും ചേഞ്ച് ചെയ്തേക്കാം. ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ സൈഡ് സ്കേർട്ട് എല്ലാം നമ്മള് മൊത്തത്തില് സൈഡ് സ്കേർട്ട് ബാക്ക് ഇപ്പൊ ക്രിസ്റ്റയുടെ സ്കേർട്ട് നമ്മൾ കസ്റ്റം ചെയ്ത് ആഡ് ചെയ്തേക്കുക. ഇതെല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് ഇതെല്ലാം ഉൾപ്പെടെ നമുക്ക് 160 സീറ്റ് ഉൾപ്പെടെ കസ്റ്റം സീറ്റ് ഉൾപ്പെടെ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റിനകത്ത് ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുമല്ലോ. നമുക്ക് സീറ്റിനകത്തൊക്കെ നമുക്ക് കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ റേറ്റിലോട്ട് എത്തിയത്. നമുക്ക് ഓരോ കസ്റ്റമർക്ക് അവരുടെ അഭിപ്രായ പ്രകാരം നമുക്ക് റേറ്റ് ചെയ്ത് നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു കസ്റ്റമർ ഈ ഒരു വാഹനം അദ്ദേഹം അവിടെ കോഴിക്കോടായിരുന്നു. അന്നേരം നിങ്ങൾ ഈ ഓരോ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ വർക്ക് ചെയ്ത കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്മളെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ നമ്മളെ വിളിച്ച് നമ്മൾ വന്നതാണ്. ഓക്കെ. അപ്പൊ കസ്റ്റമർ നിലവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്നേരം അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ അന്നേരം കസ്റ്റമർക്ക് എന്ത് വർക്ക് കിടന്നാൽ അന്നേരം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ഈ ഒരു വണ്ടി ഇത് ഇത്രയും ഇങ്ങനെ ഒന്ന് ടോട്ടലി പണിഞ്ഞിറങ്ങാനായിട്ട് എത്ര മാസം വല്ലതും എടുത്തോ? നമ്മള് ഇത് ഒരു മാസം കൊണ്ടാണ് ഈ വണ്ടി പണിഞ്ഞിറക്കിയേക്കുന്നത്. ഒരു മാസം വർക്കും കാര്യങ്ങളും വേറെ വണ്ടി വർക്കും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. വർക്കും കാര്യങ്ങളും കിടപ്പുണ്ട്. നമുക്ക് പിന്നീട് ഒരു 2-3 ദിവസം അങ്ങോട്ട് പോകും. കിറ്റ് വരുന്ന ഒരു ഡിലേ കൊറിയർ വരണം. ആ ഒരു ഇതേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊക്കെ ഉള്ളൂ അല്ലേ? അപ്പൊ ഈ ഒരു വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് ആണ് എനിക്ക് തോന്നി എന്റെ കളർ ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ വണ്ടി നല്ലൊരു ബ്ലാക്ക് കളറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒരു ഉച്ച ടൈമൊക്കെ ആകുമ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ആ ഒരു കളർ അറിയാൻ സാധിക്കുന്നത് അല്ലേ? അതെ. വർക്കിംഗ് കിടപ്പുണ്ടോ? നമുക്ക് നിലവിൽ ഇപ്പൊ ഒരു സിയാസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഒരാഴ്ചക്കകം നമ്മൾ വണ്ടി ഇറക്കുന്നത്. അപ്പൊ ആ ഒരു സിയാസിന്റെ വീഡിയോ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനൽ എന്തായാലും തീർച്ചയായും വരുന്നതാണ്. ഉടനെ വരുമല്ല? ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നിങ്ങളുടെ ഒരു വാഹനത്തിന് എന്ത് വർക്ക് കാര്യങ്ങളൊക്കെ ഫുൾ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് സഹദ് ബ്രോ. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. മാന്യമായിട്ടുള്ള രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമല്ലോ? തീർച്ചയായും ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ സൈൻ ഔട്ട്.